ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ MCU എന്ന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നല്ല രീതിയിൽ പനി പിടിച്ച് ഇപ്പം ജസ്റ്റ് ഓക്കെ എന്ന് ഫീൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതായത് തോന്നാൾ വീഡിയോ ഇടാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ആദ്യം തന്നെ നമുക്ക് ഡെഡ്പൂൾ 3 അല്ലെങ്കിൽ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്നുള്ള മൂവിയുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണും. കിണ്ണമെങ്കിൽ വെച്ച് ട്രെയിലർ തന്നെ വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും അതിനകത്ത് നമ്മുടെ ഡെഡ്പൂളിനെ മാത്രമാണ് അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള. നമ്മുടെ വൂൾവറിനെ നെക്സ്റ്റ് ട്രെയിലറിൽ കൂടെ ഫോക്കസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കാം. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഇനി പടത്തിനകത്തെ വൂൾവറിനെ കാണിക്കത്തോളോ എന്നും അറിയത്തില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന ട്രെയിലറിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെഡ്പൂൾ MCUവിൻ്റെ മാർവൽ ജീസസ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അതിനകത്ത് കൂടുതൽ വയലൻസ് ഉണ്ടോ, ഇനി എന്താണ് കാണിക്കാൻ പോകുന്നത്? കൂടാതെ നമ്മൾ TV ഏജൻസിനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ലോക്കൽ കണ്ടിട്ടുള്ള ആ സെയിം TV ആണോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ട്രെയിലർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിരിക്കാം. അതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരു MCU അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 14 നമ്മുടെ മാഡം വെബ് എന്നുള്ളൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഫാന്റാസ്റ്റിക് ഫോർ, അതായത് MCU ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒഫീഷ്യൽ കാസ്റ്റും കൂടെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു പോസ്റ്റിൽ കൂടെയാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് നമ്മുടെ മാർവൽ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇമേജ് അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് കൂടെയാണ് ചേർത്ത് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടുള്ള നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീൽ റിച്ചാർഡായിട്ട് നമ്മുടെ പെട്രോ പാസ്കൽ എന്നുള്ള ആക്ടർ തന്നെയാണ്. മുന്നേ റൂമേഴ്സിലെല്ലാം വന്നിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സ്യൂസൻ സ്റ്റോം അഥവാ നമ്മുടെ ഇൻവിസിബിൾ ഗേൾ എന്നുള്ള ക്യാരക്ടറായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ വെനിസ കർബി എന്നുള്ള ആക്ട്രസും കൂടെയാണ്. പിന്നീട് നമ്മുടെ ജോണി സ്റ്റോം അഥവാ നമ്മുടെ ഹ്യൂമൻ ടോർച്ചായിട്ട് നമ്മുടെ ജോസഫ് കിൻ എന്നുള്ള ആക്ടർ. ഇപ്പോൾ ഈ ഒരു ആക്ടർ എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിനകത്തൊക്കെ ഉള്ള ഒരു ആക്ടർ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ തിങ്ങായിട്ട് വരാൻ പോകുന്നത് എബോൺ മോസ് എന്നുള്ള മറ്റൊരു ആക്ടറും കൂടെയാണ്. അപ്പോൾ എന്തായാലും ഇവരാണ് ഇപ്പോൾ ഒഫീഷ്യലി നമ്മുടെ മെയിൻ ഫാന്റാസ്റ്റിക് ഫോർ ടീമിൻ്റെ ഒഫീഷ്യൽ കാസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിൻ്റെ മെയിൻ വില്ലൻ ആരെന്നൊന്നും കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ നമുക്ക് പല ലീക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് പ്രകാരം ഈ ഒരു പടത്തിൻ്റെ മെയിൻ വില്ലൻ വരാൻ പോകുന്നത് ഒന്നിലും നമ്മുടെ സിൽവർ സഫർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗാലക്ടസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ വരാൻ പോകുന്ന പടത്തിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ ഡോക്ടർ ഡൂമിനെ ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് വരുത്തുകയുള്ളതെന്നും കൂടെ കൺഫേം ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മൂവി റിലീസ് ഡേറ്റ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഇയർ ജൂലൈ 26 അപ്പോൾ ജൂലൈ മാസം നെക്സ്റ്റ് ഇയർ തന്നെയാണ് നമ്മുടെ സൂപ്പർമാൻ ലെഗസിയും റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വർഷം കിണ്ണം കാഴ്ച മൂവീസും കാര്യങ്ങളൊക്കെ ഒറ്റ മാസം തന്നെ ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം. അതിനുശേഷം നമ്മുടെ MCU എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മേജർ അപ്ഡേറ്റ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹെൻറി കാവൽ ആക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ DCയിൽ സൂപ്പർമാനായിട്ട് വന്നിട്ടുള്ള ആക്ടർ തന്നെയാണ്. അപ്പം ഈ ഒരു ആക്ടറിന് ഇപ്പോൾ എന്തായാലും DCയിൽ സൂപ്പർമാനായിട്ട് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പല ഇൻസൈഡേഴ്സ് വഴി കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു റൂമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒഫീഷ്യലി ഇപ്പോൾ നമ്മുടെ ഹെൻറി കാവൽ MCUയിൽ ഒരു റോളിന് വേണ്ടി കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റയൻ ഗോസ്ലിങ്ങിൻ്റെ കാര്യം ഇതിനൊക്കെയാണ് വന്നിട്ടുള്ള. ഇപ്പം ഹെൻറി കാവലിൻ്റെ കാര്യവും ഏകദേശം കൺഫേം ആയ രീതിയിലാണ് പല അപ്ഡേറ്റ്സും റൂമേഴ്സൊക്കെ നമുക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത്. അത് ഏത് ക്യാരക്ടറാണെന്നുള്ള കാര്യത്തിലൊന്നും വലിയ ഉറപ്പില്ല. പലരും പറയുന്നത് ചിലപ്പോൾ ഡോക്ടർ ഡൂം ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ബ്രിട്ടൻ ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പല റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്. മിക്കവാറും ക്യാപ്റ്റൻ ബ്രിട്ടൻ ആവാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ വരുന്ന മൾട്ടിവേഴ്സ് ആകയിൽ ക്യാപ്റ്റൻ ബ്രിട്ടൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഡോക്ടർ ഡൂം ആവാൻ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ വന്നിട്ടുള്ള മറ്റ് രണ്ട് ക്യാപ്റ്റൻ ഒന്നിൽ ഹൈപ്പീരിയൻ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രി എന്നുള്ള ക്യാരക്ടർ ഇതിനകത്ത് ആരായിട്ട് വരാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു തോട്ടിൽ നമ്മുടെ ഹെൻറി കാവൽ MCUയിൽ ഏത് റോൾ വന്നാൽ ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള നീക്കം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാവുന്ന കൂടെയാണ്. പിന്നീട് നമ്മുടെ MCUവിൻ്റെ അപ്ഡേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ X-Men 97 എന്നുള്ള ആനിമേറ്റഡ് സീരീസിൻ്റെ ഒരു ന്യൂ ട്രെയിലറും കൂടെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് MCU ആയിട്ട് ക്യാനണൊന്നുമല്ല, അവർ ഓൾറെഡി ഇറക്കിയിരുന്നിട്ടുള്ള ആ ഒരു X-Men ആനിമേറ്റഡ് സീരീസിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡിങ് ഈ ഒരു സീരീസിൽ കൂടെ അവർ കൊടുക്കാൻ പോവുകയാണ്. അപ്പം MCUയിൽ ഫ്യൂച്ചറിൽ എപ്പോഴും കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും സെപ്പറേറ്റ് ആന്തോളജി ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നതെന്നാണ് ഇതുവരെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചെന്നിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.